ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിജനമായ പ്രദേശത്തു കൂടി ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു കാറിനെയാണ് കാണിക്കുന്നത്. ട്രിഷ് എന്ന യുവതിയും അവളുടെ സഹോദരനായ ഡാരിയുമാണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവിങ്ങിലെ വിരസതകൾ മാറ്റാൻ വാഹനങ്ങളിലെ നമ്പറുകൾ നോക്കി കളിച്ചുകൊണ്ടായിരുന്നു അവരുടെ യാത്ര. പെട്ടെന്നാണ് ഒരു ട്രക്ക് അതിവേഗത്തിൽ അവരുടെ പുറകിലേക്ക് പാഞ്ഞു വരുന്നു. അത് വലത്തോട്ടും ഇടത്തോട്ടും വെട്ടിച്ചുകൊണ്ട് വളരെ ഉച്ചത്തിൽ ഹോൺ മുഴക്കിക്കൊണ്ടിരുന്നു. ഭയന്നു വിറച്ച അവർ സൈഡ് കൊടുത്തുകൊണ്ട് ആ വാഹനത്തോട് കടന്നു പോകുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിച്ചത്. ആ പഴഞ്ചൻ ട്രക്കിന് നമ്പർ ഉണ്ടായിരുന്നില്ല. അത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി. പിന്നീടവർ ഒരു മരത്തണലിൽ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഈ ഹൈവേയിൽ 23 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്സിഡൻ്റാണ് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും അവരുടെ ഡെഡ് ബോഡീസ് ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ട്രിഷ് ഡാരിയെ അറിയിക്കും. ഈ നേരത്താണ് അവർ റോഡിനു സൈഡിലായി പഴയൊരു പള്ളി കാണുന്നത്. കൗതുകത്തോടെ ഇരുവരും അങ്ങോട്ടേക്ക് നോക്കും. അപ്പോഴാണ് അവർ ആ പഴയ ട്രക്കും ആ ഡ്രൈവറെയും കാണുന്നത്. അയാൾ എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്ന കുഴലിനുള്ളിലേക്കിടുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അയാൾ ഇരുവരെയും കാണാനിടവരും. ഫോണെടുത്ത് പോലീസിനെ വിളിക്കാൻ നോക്കിയപ്പോഴാണ് അതിൽ ചാർജില്ലെന്നുള്ള കാര്യം ട്രിഷ് അറിയുന്നത്. അപ്പോഴേക്കും അയാൾ ട്രക്കെടുത്ത് സഹോദരങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ ഒരു പഴഞ്ചൻ ട്രക്ക് കാറിനെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ മുന്നോട്ടേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. അത് കാറിൽ ശക്തമായി ഇടിക്കുവാൻ തുടങ്ങി. ഇടിയുടെ ആഘാതത്തിൽ കാർ നിയന്ത്രണം വിട്ട് ഒരു ചതിപ്പു നിലത്തിലേക്ക് കയറി നിന്നു. പുറത്തിറങ്ങിയ ഡാരി വാഹനത്തിൻ്റെ തകർന്ന ഭാഗം തുണി ഉപയോഗിച്ച് കൂട്ടിക്കെട്ടി. നമുക്ക് ആ ട്രക്ക് ഡ്രൈവർ നിന്നിരുന്ന പള്ളിയിൽ പോയി അവിടെയെല്ലാം ചെക്ക് ചെയ്യാം എന്ന് ഡാരി ട്രിഷിനോട് പറയും. അത് അപകടമാണ്. നമുക്ക് അടുത്തുള്ള സിറ്റിയിൽ പോയി പോലീസിനെ വിവരം അറിയിക്കാം എന്നതായിരുന്നു അവളുടെ അഭിപ്രായം. പക്ഷേ ഡാരിയുടെ നിർബന്ധത്തിനു വഴങ്ങി അവസാനം അവൾ അങ്ങോട്ടേക്ക് പോകാൻ സമ്മതം മൂളും. അങ്ങനെ കാറെടുത്ത് ഇരുവരും ആ പഴയ പള്ളിയിലേക്ക് ചെല്ലും. തീർത്തും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ നിലയിലുള്ള ഒരു പള്ളിയായിരുന്നു അത്. അവിടെ ഒരുപാട് കാക്കകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഭൂമിക്കടിയിലേക്ക് നീളുന്ന ആ ഒരു പൈപ്പ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പുറത്തിറങ്ങിയ ഇരുവരും മെല്ലെ പൈപ്പിനരികിലേക്ക് നടന്നു. അകത്തേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു പൈപ്പിനുള്ളിൽ വല്ലാത്ത ദുർഗന്ധവും ഉണ്ടായിരുന്നു. എന്തോ ഒരു അലർച്ച പൈപ്പിനുള്ളിൽ നിന്നും കേൾക്കുന്നത് പോലെ ഡാരിക്ക് തോന്നി. ഉള്ളിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയെങ്കിലും ഒന്നും വ്യക്തമായി കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ പതിയെ ഉള്ളിലേക്ക് ഇറങ്ങും. ട്രിഷിനോട് കാലിൽ മുറുകെ പിടിക്കുവാൻ പറഞ്ഞുകൊണ്ടായിരുന്നു അവൻ അതിനുള്ളിലേക്ക് ഇറങ്ങിയത്. പെട്ടെന്നാണ് കൂട്ടത്തോടെ എലികൾ അവനടുത്തേക്ക് വരുന്നതും ആ ഒരു വെപ്രാളത്തിൽ അവൻ കാലിട്ടടിക്കുന്നതും. അതുകൊണ്ട് തന്നെ ട്രിഷിൻ്റെ പിടുത്തം വിട്ട് അവൻ താഴേക്ക് വീഴും. അതോടെ അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ട്രിഷ് മുകളിൽ നിന്ന് അവനെ ഉറക്കെ വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ പതിയെ അവൻ എഴുന്നേറ്റു. അപ്പോഴാണ് അയാൾ താഴേക്ക് എറിഞ്ഞിരുന്ന ആ പൊതിഞ്ഞ രൂപം അവൻ കാണുന്നത്. അതിനെ ഒരു മനുഷ്യൻ്റെ ആകൃതിയായിരുന്നു. അവൻ പതിയെ അതിനടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അത് കാലിൽ പിടികൂടിയെങ്കിലും അവൻ കുതറിമാറി. പിന്നീട് ആ രൂപം പതിയെ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. അതൊരു മനുഷ്യനാണെന്ന് ഡാരിക്ക് മനസ്സിലായി. അവൻ പതിയെ അതിൻ്റെ മുഖത്തെ ആവരണം മാറ്റി. അതിനുള്ളിലുണ്ടായിരുന്ന യുവാവിനെ കണ്ട് ഡാരി ഞെട്ടിപ്പോയി. യുവാവ് വയറിനു നേരെ കൈ ചൂണ്ടി. അവിടെയുള്ള തുണി മാറ്റിയപ്പോൾ അവൻ കണ്ടത് ക്രൂരമായൊരു കാഴ്ചയായിരുന്നു. യുവാവിൻ്റെ വയറ് ചാക്കുചരട് കൊണ്ട് തുന്നി കൂട്ടിയിരിക്കുന്നു. യുവാവ് എന്തൊക്കെയോ ഡാരിയോട് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അപ്പോഴേക്കും മൃതപ്രാണനായിരുന്ന അയാൾ മരിച്ചു വീണിരുന്നു. ഈ ഒരു സമയത്തെല്ലാം ട്രിഷ് മുകളിൽ നിന്നുകൊണ്ട് ഡാരിയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബേസ്മെൻറ്റിൽ നിന്നും എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നീ റോഡിലിറങ്ങി നിന്ന് ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കും എന്ന് ഡാരി ട്രിഷിനോട് പറയും. അങ്ങനെ അവൾ പതിയെ റോഡിനരികിലേക്ക് നടന്നു.
അവൻ കയ്യിലുണ്ടായിരുന്ന ടോർച്ചെടുത്ത് അവിടെ മൊത്തം ഒന്ന് നോക്കി. അവിടെ പൊതിഞ്ഞു വെച്ച നിലയിൽ വേറെയും മൃതശരീരങ്ങൾ ഉണ്ടായിരുന്നു. മാറാല പിടിച്ച് കിടന്നിരുന്ന ആ ഒരു ബേസ്മെൻറ്റിനകത്ത് പലതരത്തിലുള്ള ആയുധങ്ങളും ദ്രാവകങ്ങളും തുന്നിച്ചേർക്കുവാനുള്ള നൂലുകളുമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ തൻ്റെ അഴിഞ്ഞു കിടക്കുന്ന ഷൂസ് കെട്ടുവാനായി കുനിയുന്നത്. ആ സമയത്ത് ഷൂസിലേക്ക് എന്തോ ഒരു ദ്രാവകം ഒറ്റുവീണു. അവൻ പതിയെ മുകളിലേക്ക് നോക്കി. ആ ഒരു കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ അവൻ ഞെട്ടിപ്പോയി. ഒരുപാട് മൃതശരീരങ്ങൾ മുകളിൽ പതിച്ചു വച്ചിരിക്കുന്ന ഭീകരമായ കാഴ്ചയാണ് അവൻ കാണാനിട വന്നത്. തൻ്റെ സഹോദരി പറഞ്ഞിരുന്ന സംഭവത്തിലുൾപ്പെട്ട മൃതദേഹങ്ങളും അവനവിടെ കാണാനിട വന്നു. മൃഗീയമായി കൊല്ലപ്പെട്ടിരുന്ന അവരുടെ ശരീരഭാഗങ്ങളിൽ പലതും നൂലുപയോഗിച്ച് തുന്നിച്ചേർത്ത നിലയിലായിരുന്നു. ഈ നേരത്ത് പുറത്തു നിന്നിരുന്ന ട്രഷ് ആ പഴഞ്ചൻ ട്രക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് ഓടി കാറിലേക്ക് കയറി. പക്ഷേ ഗിയർ വീഴാത്തതിനാൽ അവൾക്ക് ആ വാഹനം ഓടിക്കുവാനായി സാധിച്ചിരുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ആ വാഹനം കടന്നുപോയി. അത് മറ്റൊരു വണ്ടിയായിരുന്നു. അവൾക്ക് ആശ്വാസമായി. അത് ഡയറി ആയിരുന്നു. അവൻ ബേസ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. പേടിച്ച് വിറച്ചിരുന്ന ഡയറി പണ്ട് അപകടത്തിൽപ്പെട്ടിരുന്നവരുടെ മൃതദേഹങ്ങൾ താൻ അവിടെ കണ്ടുവെന്ന് ട്രിഷിനെ അറിയിക്കും. അങ്ങനെ അവർ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേരും. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. ആ പഴഞ്ചൻ ട്രക്ക് അതിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നു. ഭയന്ന് വിറച്ചുകൊണ്ട് ഇരുവരും റെസ്റ്റോറൻറ്റിനകത്തേക്ക് ഓടിക്കയറും. തങ്ങൾക്ക് പോലീസിനെ ഫോൺ ചെയ്യണമെന്ന് അവർ റെസ്റ്റോറൻറ്റ് ഓണറായ ലേഡിയോട് ആവശ്യപ്പെടും. അങ്ങനെ പോലീസിനെ വിളിക്കാനായി അവർ ഫോണിനടുത്തേക്ക് നീങ്ങി. ഈ ഒരു സമയത്ത് ആ ഫോൺ റിങ് ചെയ്യുകയും അവർ ആ കോൾ എടുക്കുകയും ചെയ്യും. മരണം നിങ്ങളുടെ അടുത്തുവരെ എത്തി എന്നായിരുന്നു ആ ഫോൺ വിളിച്ചിരുന്ന സ്ത്രീ അവരോട് പറഞ്ഞത്. ഈ ഒരു നേരത്തിനുള്ളിൽ പോലീസ് അവിടെ എത്തിയിരുന്നു. ഇരുവരും ചേർന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമെങ്കിലും പോലീസുകാർ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവില്ല. ഈ സമയത്താണ് റെസ്റ്റോറൻറ്റ് ഓണറായ ലേഡി വന്ന് നിങ്ങളുടെ കാറിനകത്ത് ആരോ ഉണ്ട് എന്ന് വിളിച്ചു പറയുന്നത്. പുറത്തേക്കിറങ്ങി നോക്കിയ അവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗമാണ്. ആരോ അവരുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ച് താഴേക്കിട്ടിരിക്കുന്നു. ഇതു കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഡോർ ഹാൻഡിൽ പരിശോധിച്ചപ്പോൾ ഏതോ ഒരു ജീവിയുടെ വിരൽപ്പാടുകൾ അതിൽ പതിഞ്ഞിരിക്കുന്നതായി കാണാനിടവരും. ഈ ഒരു നേരത്ത് എന്തോ ഒന്ന് തങ്ങളെ ലക്ഷ്യമിട്ട് പറക്കുന്നത് പോലെ ട്രിഷിനും അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ പോലീസിനെയും കൂട്ടി അവർ വീണ്ടും ആ പഴയ പള്ളിയിലേക്ക് യാത്രയായി. അതിനിടയിൽ ഡയറി പാട്ടുവയ്ക്കുകയും ഇരുവരുടെയും ശ്രദ്ധ അതിലേക്ക് തിരിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പുറകിൽ നടന്ന സംഭവങ്ങളൊന്നും അവർ അറിഞ്ഞതുമില്ല. വാഹനത്തിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ട പോലീസ് ഉദ്യോഗസ്ഥ പതിയെ അങ്ങോട്ടേക്ക് നോക്കും. പക്ഷേ ഉടനെ അവരെ ആരോ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. പിന്നീട് വാഹനത്തിൻ്റെ റൂഫ് പൊളിച്ച് പോലീസുകാരനെ പിടികൂടിയിരുന്ന ആ ജീവി അയാളുടെ തല വെട്ടിമാറ്റിയിരുന്നു. അത് ചെന്ന് വീണത് സഹോദരങ്ങളുടെ കാറിന് മുകളിലേക്കായിരുന്നു. അവർ ഉടനെ വാഹനം നിർത്തി. അങ്ങനെ 2 വാഹനങ്ങളും നിശ്ചലമായി. പേടിച്ചേരേണ്ട അവർ പതിയെ പുറത്തേക്കിറങ്ങി. ഡയറി കാറിന് മുകളിൽ ചോരപ്പാടുകൾ കണ്ടു. ട്രിഷ് പതിയെ പോലീസ് വാഹനത്തിനടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. പോലീസുകാരൻ്റെ തലയോർത്ത് റോട്ടിലിട്ടിരിക്കുന്നു. ഇതുകണ്ട് ഭയന്നു വിറച്ച് ഇരുവരും കാറിലേക്ക് ഓടിക്കയറി. ഈ നേരത്ത് പോലീസ് വാഹനത്തിൻ്റെ ഡോർ തുറന്ന് ആ ജീവി പുറത്തേക്കിറങ്ങി. അത് പോലീസുകാരൻ്റെ തല ലക്ഷ്യമാക്കി നടന്നു. തല കയ്യിലെടുത്ത ആ വികൃത ജീവി പോലീസുകാരൻ്റെ നാവ് ആർത്തിയോടെ കടിച്ചു വലിക്കുവാൻ തുടങ്ങി. ഇതുകണ്ട് പേടിച്ചേരേണ്ട ഇരുവരും ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അതിവേഗത്തിൽ കാർ മുന്നോട്ട് പായിച്ചു. എന്നാൽ ആ ജീവി വളരെ നിസ്സാരമായി തന്നെ ആ ശരീരവും പൊതിഞ്ഞുകെട്ടി വണ്ടിയിലേക്ക് എടുത്തിട്ടു. റോഡിലൂടെ പാഞ്ഞു പോകുന്ന സമയത്താണ് അവിടെയുണ്ടായിരുന്ന ഒരു വീട് ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ സഹായത്തിനായി അങ്ങോട്ടേക്ക് ചെല്ലും. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്നവർ അവിടെയുണ്ടായിരുന്ന വൃദ്ധയോട് പറയും. പക്ഷേ പെട്ടെന്ന് അവിടെ കറണ്ട് പോവുകയും പ്രദേശം മൊത്തം
ഇരുട്ടിലാവുകയും ചെയ്യും. അപ്പോഴാണ് വൃദ്ധ നിങ്ങളുടെ കൂടി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നത്. ഇതുകേട്ട് അവർ തിരിഞ്ഞു നോക്കി. ആ കാഴ്ച കണ്ട് അവർ ഞെട്ടിവിറച്ചു. കൃഷിയിടത്തെ കോലങ്ങൾക്കിടയിൽ ആ ജീവി നിൽക്കുന്നത് കണ്ട വൃദ്ധ തോക്കെടുത്ത് അങ്ങോട്ടേക്ക് ചെന്ന് അതിനു നേരെ നിറയൊഴിച്ചു. വെടിയേറ്റ് കോലം തകർന്നെങ്കിലും അതിവിദഗ്ധമായി ഒഴിഞ്ഞുമാറിയ ആ ജീവി നേരെ വൃദ്ധയുടെ വീടിനുള്ളിലേക്ക് കടന്നിരുന്നു. ഇതുകണ്ട് തൻ്റെ വളർത്തുപൂച്ചകളെ രക്ഷിക്കാനായി സഹോദരങ്ങളുടെ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് വൃദ്ധ വീടിനുള്ളിലേക്ക് കയറും. പിന്നീട് കാണുന്നത് ഇരുട്ടിൽ മിണ്ടാതെ നിൽക്കുന്ന വൃദ്ധയെയാണ്. ഇരുട്ടിലെ അരണ്ട വെളിച്ചത്തിൽ വൃദ്ധയെ കൊലപ്പെടുത്തുന്ന ആ ഭീകരജീവിയെ അവർ വ്യക്തമായി തന്നെ കണ്ടു. ഇരുവരും പ്രാണരക്ഷാർത്ഥം കാറിലേക്ക് ഓടിക്കയറി. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് വീണ്ടും ആ പഴയ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ഗിയർ വീഴുന്നില്ല. അപ്പോഴേക്കും ആ ജീവി വാഹനത്തിന് മുന്നിലേക്ക് എത്തിയിരുന്നു. ഭാഗ്യവശാൽ ഈ സമയത്ത് ഗിയർ വീഴുകയും വാഹനം അതിവേഗത്തിൽ പിന്നോട്ടെടുക്കുകയും ചെയ്യും. ആ ജീവി വാഹനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അവൾ വീണ്ടും വാഹനം മുന്നോട്ടെടുക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഗിയർ വീഴുന്നില്ല. ആ ജീവി വാഹനത്തിനരികിലേക്ക് അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവശാൽ അത് അടുത്തെത്തിയതും ഗിയർ വീണ് വാഹനം മുന്നോട്ട് പാഞ്ഞതും ഒരേ സമയത്തായിരുന്നു. അതോടെ വാഹനം ഇടിച്ച ആ ജീവി പുറകിലേക്ക് തെറിച്ചു വീണു. കലി പൂണ്ടു നിന്നിരുന്ന അവൾ ആ നികൃഷ്ടജീവിയുടെ ദേഹത്തു കൂടി പലതവണ വാഹനം ഓടിച്ചു കയറ്റി. അവസാനം ഡയറി പറഞ്ഞു, മതി, ഇതുതന്നെ ധാരാളം. ട്രിഷിൻ്റെ ആക്രമണത്തിൽ ആ ഭീകരജീവി തീർത്തും അവശനായി. അതിൻ്റെ ഇരുകാലുകളും അറ്റുപോയിരുന്നു. പെട്ടെന്നാണ് ആ ജീവി അതിൻ്റെ ചിറകുകൾ ഉപയോഗിച്ച് പറക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സമയം കൊണ്ട് ട്രിഷും ഡയറിയും അവിടെ നിന്നും രക്ഷപ്പെടും. അവർ നേരെ പോയത് അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ മിസ്സിംഗ് ആയ ഒരുപാട് മനുഷ്യരുടെ ഫോട്ടോകൾ പതിച്ചിരുന്നു. ഈ സമയത്താണ് ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. സംഭവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിൽക്കുമ്പോൾ ഡയറിയെ ഫോൺ വിളിച്ചിരുന്നതും ഈ സ്ത്രീ തന്നെയായിരുന്നു. സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ ആ സ്ത്രീ പറയുന്നത് കേട്ട് ഇരുവരും ഞെട്ടിപ്പറിച്ചു. 23 വർഷം കൂടുമ്പോൾ 23 ദിവസത്തേക്ക് മനുഷ്യരെ ഭക്ഷിക്കാൻ വരുന്ന ക്രീപ്പർ എന്ന ജീവിയാണതെന്നും അത് നമ്മൾ പ്രതീക്ഷിച്ചതിലും കരുത്തനാണെന്നും ആ സ്ത്രീ അവനെ അറിയിക്കും. ഈ സമയത്താണ് ആ പഴഞ്ചൻ ട്രക്ക് പോലീസ് സ്റ്റേഷനിലേക്കും എത്തുന്നത്. കാൽപാദങ്ങൾ അറ്റുപോയിരുന്ന ക്രീപ്പർ അതിൽ നിന്നും പതിയെ ഇറങ്ങി സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്നാണ് സ്റ്റേഷനിൽ കരണ്ട് പോകുന്നത്. ഇതിൽ അസ്വാഭാവികത തോന്നിയ ജയിൽ വാർഡൻ തടവ് പുള്ളികളെ ഓരോരുത്തരെയായി പരിശോധിക്കുവാൻ തുടങ്ങി. പക്ഷേ ഒരു സെല്ലിൽ മാത്രം കുറേ പഴഞ്ചൻ വസ്ത്രങ്ങളും ഷൂസുമാണ് അയാൾക്ക് കാണാൻ സാധിച്ചത്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാൾ ഞെട്ടിക്കൊന്ന കാഴ്ച കണ്ടു. തടവ് പുള്ളിയെ ഏതോ ഒരു ഭീകരജീവി ക്രൂരമായി ഭക്ഷിച്ചു തിന്നുന്നു. അതെ, അത് ക്രീപ്പറായിരുന്നു. തടവ് പുള്ളിയുടെ ശരീരം ഭക്ഷിച്ച ക്രീപ്പർ വീണ്ടും പൂർണ്ണ ആരോഗ്യവനായി മാറിയിരുന്നു. അതിനെ പുതിയ കാലുകളും മുളച്ചു വന്നിരുന്നു. അയാൾ വെടിവെച്ചെങ്കിലും ക്രീപ്പറിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. പോലീസ് എത്തി സഹോദരങ്ങളോട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുവാൻ ആവശ്യപ്പെട്ടു. എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അവർക്കും ബോധ്യമായി. പ്രാണരക്ഷാർത്ഥം അവർ അവിടെ നിന്നും മറ്റൊരു റൂമിലേക്ക് മാറി. ഇതേ സമയം പോലീസുകാർ ആയുധങ്ങളുമായി ക്രീപ്പറെ കണ്ട ബേസ്മെൻറ്റിലേക്ക് ഓടി. മുഴുവൻ പോലീസുകാരും ക്രീപ്പറേയും നോക്കി അവിടെ നിലയുറപ്പിച്ചു. അവിടെ ഒരനക്കവും കേൾക്കുന്നില്ല. ഒരു പോലീസുകാരൻ പതിയെ മുന്നിലേക്ക് ചെന്നു. ഉടനെയുള്ള ക്രീപ്പറുടെ ആക്രമണത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അവരെ ആ കാഴ്ച കണ്ട് ഞെട്ടിവിറച്ചു. കാരണം പോലീസുകാരൻ്റെ ഹൃദയം ക്രീപ്പർ ചൂഴ്ന്നെടുത്തിരിക്കുന്നു. താമസിയാതെ തന്നെ അയാൾ അവിടെ മരിച്ചു വീണു. ചുറ്റിലും നോക്കിയെങ്കിലും ക്രീപ്പറെ അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ സമയത്ത് ക്രീപ്പർ മൂവരുടെയും പക്കലേക്ക് എത്തിയിരുന്നു. ട്രിഷിനോടും ഡയറിയോടും രക്ഷപ്പെടാനായി ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു. പാഞ്ഞു വന്ന ക്രീപ്പർ ആ സ്ത്രീയെ പിടികൂടിയെങ്കിലും കൊല്ലാതെ ഉപേക്ഷിച്ചു. ഈ സമയത്ത് ജനലിനരികെ എത്തിയിരുന്ന ഡയറി അതുവഴി രക്ഷപ്പെടാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു 1 വേ ഗ്ലാസ്
ട്രിഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനു പുറകിലായി ക്രീപ്പർ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. പൊടുന്നനെ ക്രീപ്പർ അവർക്ക് മുന്നിലേക്ക് ചാടി വീണ് ഇരുവരെയും പിടികൂടി. രണ്ടുപേരെയും നക്കി നോക്കി. ക്രീപ്പറിന് ഇഷ്ടമായത് ഡയറിയെയായിരുന്നു. അതുകൊണ്ട് തന്നെ യുവതിയെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഈ നേരത്താണ് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ അപ്പോഴേക്കും ക്രീപ്പർ ഡയറിയുടെ മേൽ പിടിമുറുക്കിയിരുന്നു. ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ആ ജീവി ഉച്ചത്തിൽ അലറി വിളിച്ചു. എന്നെ കൊണ്ടുപോയിക്കോളൂ, അവനെ വെറുതെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ട്രിഷ് സഹോദരന് വേണ്ടി ക്രീപ്പറോട് യാചിച്ചു. പക്ഷേ പൊടുന്നനെ ക്രീപ്പർ ചിറകുകൾ വിരിച്ചു. നിമിഷനേരം കൊണ്ട് അത് ഡയറിയെയും കൊണ്ട് അവിടെ നിന്നും പറന്നകന്നു. അവൾ പുറകെ ഓടിയെങ്കിലും ക്രീപ്പർ സഹോദരനെ കൊണ്ട് ദൂരേക്ക് പറന്നകലുന്നത് ദയനീയമായി നോക്കി നിൽക്കാനേ അവൾക്ക് സാധിച്ചുള്ളൂ. പിന്നീട് കാണിക്കുന്നത് അടഞ്ഞു കിടക്കുന്നൊരു പഴയ ഫാക്ടറിയാണ്. ക്രീപ്പറുടെ പുതിയ വാസസ്ഥലം അതായിരുന്നു. ക്രീപ്പർ അവിടെ പാട്ടൊക്കെ വെച്ച് വളരെ ഹാപ്പിയായിരിക്കുകയാണ്. പക്ഷേ അവിടെ ഡയറിയുടെ മൃതദേഹവും ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ ക്രീപ്പർ ചൂഴ്ന്നെടുത്തിരുന്നു. അതിലൂടെ ക്രീപ്പർ നമ്മളെ നോക്കുന്നതോടെ ചിത്രം അവസാനിക്കുകയാണ്.